ഹർത്താലിനെതിരെ നിതിൻ രാജിന്റെ പിതാവ് രാജൻ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ പ്രതികരിച്ച കുടുംബരംഗത്ത്. സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെ തങ്ങൾ അനുകൂലിക്കില്ലെന്ന് നിതിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കി. ഒരു ചാനലിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധമാവാം, എന്നാൽ അക്രമം പാടില്ല. രോഗികളെയും വിദ്യാർത്ഥികളെയും തടയുന്നത് ശരിയല്ല. നീതിക്ക് വേണ്ടിയുള്ള ഹർത്താൽ നല്ല ഉദ്ദേശത്തിലുള്ളതാണ്, എന്നാൽ അത് ജനത്തിന് ബുദ്ധിമുട്ടാവരുതെന്നും നിതിന്റെ അച്ഛൻ പറഞ്ഞു. ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. സമര അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടത്തും ഗതാഗത കുരുക്കുണ്ടായി. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകം. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതി സജി പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതക കേസിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന സജി പോലീസ് പിടിയിൽ. കൊലപാതക വിവരം പുറത്തായതോടെ വീടിന് സമീപത്തെ പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കടയിൽ അമ്മ മേരിക്കുട്ടി, സഹോദരൻ റെജി എന്നിവരെ കൊലപ്പെടുത്തി പറമ്പിൽ കുഴിച്ചുകൂടിയെന്നാണ് കേസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരെ കാണാനില്ലായിരുന്നു. ഞായറാഴ്ച ഇവരുടെ സഹോദരി സിനി പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. SSLC പരീക്ഷാഫലം മെയ് 15-ന്. പരീക്ഷാഫലം വന്നാലുടൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ആരംഭിക്കും. മെയ് 22-ന് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കും. അതിന്റെ ഫലം മെയ് അവസാന വാരം പ്രഖ്യാപിക്കും. +1 പരീക്ഷാഫലം ജൂൺ 10-ന് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരിയാർ വാലി കനാലിൽ കുളിക്കാനിറങ്ങിയ 2 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഒരാൾ ആശുപത്രിയിൽ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് അശമന്നൂരിൽ പെരിയാർ വാലി കനാലിലാണ് സംഭവം. മലപ്പുറം, കൊല്ലം സ്വദേശികളായ അജ്മൽ, അജ്സൽ എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മൂന്നാമൻ കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ പഠിക്കുന്ന കോളേജിന് അടുത്തുകൂടെയാണ് പെരിയാർ വാലി കനാൽ കടന്നുപോകുന്നത്. ഹർത്താലായതിനാൽ ഇന്ന് കോളേജ് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ കനത്ത ചൂടായതിനാലാണ് ഇന്ന് ഇവിടെ കുളിക്കാനെത്തിയത്. 6 പേരാണ് കുളിക്കാനെത്തിയത്. ഇവരിൽ 3 പേരാണ് കുളിക്കാനിറങ്ങിയത്. പാൽവില കൂട്ടാൻ മിൽമയ്ക്ക് അനുവാദം നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. പാൽ ഉൽപാദന ചെലവ് കൂടിയ സാഹചര്യത്തിൽ ലിറ്ററിന് 4 മുതൽ 6 വരെ രൂപ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ബുധനാഴ്ച ചേരുന്ന മിൽമയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ വില വർധനവ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. നേരത്തെ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് സർക്കാർ ഈ ആവശ്യം തള്ളിയിരുന്നു. എന്നാൽ തങ്ങളുടെ ആവശ്യം വീണ്ടും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് മിൽമ ചെയർമാൻ KS മണി കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. സർക്കാർ അനുമതി ലഭിക്കാതെ വില വർദ്ധിപ്പിക്കാൻ മിൽമയ്ക്ക് അധികാരമില്ല.